ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാമധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്തമുഖത്തെ അതിജീവിക്കുവാൻ, അഭിമുഖീകരിക്കുവാൻ, ദൈവ കൃപ സ്വന്തമാക്കുവാൻ തീഷ്ണതയോടുകൂടി ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് അനുദിനം ഇതുവരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുമ്പോൾ ഈശോയെ, അത് ഞങ്ങളിൽ വലിയ ആന്തരിക ചലനങ്ങളുണ്ടാക്കി, ആത്മാവിൽ വലിയ അഭിഷേകമുണ്ടാക്കി, എത്രയും വേഗം ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വരാൻ പോകുന്ന അഖണ്ഡ ജപമാല മഹാറാലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള ഓരോ മക്കളെയും, കുടുംബങ്ങളെയും, സ്ഥാപനങ്ങളെയും, വ്യക്തിപരമായിട്ടുള്ള അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കാം. 2020 മുതൽ ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും, ഒപ്പം തന്നെ ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ വിവിധങ്ങളായ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ, ഹാലലൂയ. ഈശോയേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹാലലൂയ, ഹാലലൂയ, മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹാലലൂയ, ഹാലലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, ആത്മാവാൽ വഴി നടത്തണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഒപ്പം തന്നെ സമാനമായ വിഷമതകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരിലേക്കും ആത്മാവിന്റെ അധിക അഭിഷേകം, മരിയൻ ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവം പാലിക്കുവാനുള്ള അധിക അഭിഷേകം ഞങ്ങൾക്ക് ഈ ആരാധനയിലൂടെ നൽകണമേ. ഞങ്ങളുടെ വരാൻ പോകുന്ന അഖണ്ഡ ജപമാല മഹാറാലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റാലിയുടെ എല്ലാ ക്രമീകരണങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ പ്രതിഷേധത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മയ്ക്ക് സാക്ഷികളായി ഞങ്ങളെ ഉയർത്തിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി. എൻ്റെ പേര് മേരി സൂര്യ. എൻ്റെ ഹസ്ബൻഡ് ജോസ് സെറോണിക്സ്, മക്കൾ ആരോൺ, ഹെയ്സൽ ആൻഡ് ആഷർ. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഉടമ്പടി എടുക്കുന്നതും ഡിസംബർ 27 2019 അപ്പോൾ എൻ്റെ മൂത്ത മകൻ 2.5 വയസ്സായിട്ടും ഒന്നും തന്നെ സംസാരിക്കുന്നില്ലായിരുന്നു. മോന് വേണ്ടി മാത്രമാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവൻ കുറച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ അവൻ 8 വയസ്സാകുന്നു. അവൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നു. ഉടമ്പടി നിയോഗങ്ങളായിട്ട് എനിക്കൊരു പുതിയ വീട് വേണമെന്നും എനിക്കൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നും ഒക്കെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 12 2022 അമ്മ മാതാവും ഈശോയും എനിക്കൊരു പുതിയ വീട് നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ OET 2 പ്രാവശ്യം, IELTS 1 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഓസ്ട്രേലിയയിലെ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആദ്യം തന്നെ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇതെനിക്ക് തരാൻ അങ്ങ് തീരുമാനിച്ചിട്ടുള്ളതാണോ? എനിക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് ശരിക്കും ഓസ്ട്രേലിയയുടെ പ്രോസസ്സിങ്ങിന് തിയറി പ്രാക്ടിക്കൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് മതി. എങ്കിലും ഞാൻ ആദ്യം തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി നോക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഞാൻ PT എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി. ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഞാനത് വിജയിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്ക് ആ സ്ഥലം എനിക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന്. അതിനുശേഷം ഞാൻ അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ ഏജൻസി ഒന്നും കൊടുത്തില്ല, ഞങ്ങൾ തന്നെയാണ് പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായി NCLEX എന്ന എക്സാം നേഴ്സസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാമാണ്. 5 hours എക്സാമാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കുവൈറ്റിൽ നിന്ന് 5 days ലീവ് എടുത്ത് ഞാൻ ബാംഗ്ലൂർ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എഴുതാൻ വന്നു. പക്ഷേ ഞാൻ അത്രയും ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ ഞാൻ അത്രയും നന്നായി പ്രാർത്ഥിക്കുകയോ ഒരുങ്ങുകയൊന്നും ആ സമയത്ത് ചെയ്തില്ലായിരുന്നു. ഞാൻ എൻ്റെ കഴിവിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് ഞാനത് അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാനത് ഫെയിലായി. പിന്നെ ഞാൻ 2023 മാർച്ച് മാസം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മാതാവിനോട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. നല്ലതായി ഉടമ്പടി എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്ത് മെയ് 12 ഞാൻ എക്സാമിന് വേണ്ടി 2ാമതും ഡേറ്റ് എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ രാവിലെ എണീറ്റ് എക്സാമിൻ്റെ അന്ന് രാവിലെ എണീറ്റ് ഓൺലൈൻ കുർബാന കൂടി ഉടമ്പടി ഉപ്പ് ഞാൻ എക്സാം സെൻറ്ററിൽ പോകുന്ന ആരും ചവിട്ടാത്ത സ്ഥലത്തിട്ടു. എൻ്റെ ബാഗെല്ലാം വെക്കുന്ന കബോർഡിലിട്ടു. എക്സാം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലെല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 5 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട എക്സാം എനിക്കൊരു 2.25 മണിക്കൂർ കൊണ്ട് എനിക്ക് ഫിനിഷായി. അത് എല്ലാം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ കൂടെ അതിലെനിക്ക് ഉന്നത വിജയം നൽകിയ മാതാവിനെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് കുവൈറ്റിലെത്തി. പിന്നെ OSCE എന്ന് പറഞ്ഞ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് ഓസ്ട്രേലിയയിൽ പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രോസസ്സിങ്ങിനായിട്ട് അവിടെ നല്ല ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റൊക്കെ വേണം. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഓക്കെ എന്തായാലും നമുക്കിത് കിട്ടും, മാതാവ് എന്തായാലും തരും, അതുകൊണ്ട് നമുക്ക് റിസൈൻ ചെയ്ത് പോരാം എന്ന് വിചാരിച്ച് ഞാൻ റിസൈൻ ചെയ്തു. ഒക്ടോബർ 22 അഖണ്ഡ ജപമാലയുടെ അന്ന് രാവിലെയാണ് ഞാൻ നാട്ടിലെത്തിയത്. അന്ന് തന്നെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. നവംബർ മാസം ഞാൻ ഓസ്ട്രേലിയയിൽ അഡലെയ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടെ എൻ്റെ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഉടമ്പടി പ്രകാരം ഡെയിലി എനിക്ക് പള്ളിയിൽ പോകണം, അതിനൊക്കെ പറ്റിയൊരു സ്ഥലം എനിക്ക് തരണേ എന്ന്. ഞങ്ങളുടെ അക്കോമഡേഷൻ ഞാൻ സെർച്ച് ചെയ്തപ്പോഴേക്കും 10 minutes വോക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള എനിക്ക് ഒരു കാത്തലിക് ചർച്ച് കണ്ടുകിട്ടി. എൻ്റെ റൂംമേറ്റ്സും ഞാനും എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. അതിലൊരാൾ ഹിന്ദു ആയിരുന്നിട്ട് കൂടെ ഞങ്ങളുടെ കൂടെ ഉടമ്പടി പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും കൂടുമായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ തലേ ദിവസം ഞങ്ങൾ 4 പേരും ആ എക്സാം സെൻറ്ററിലെത്തി. ഞങ്ങൾ 4 പേരും കൈപിടിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് കൊന്ത ചൊല്ലി ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. എക്സാമിൻ്റെ അന്ന്
വളരെ ഡിഫിക്കൽട്ടായിരുന്നു എക്സാം. ഞങ്ങൾക്ക് 10 സ്റ്റേഷൻ ഒറ്റ സ്ട്രെച്ചിൽ ഫിനിഷ് ചെയ്യണം. അങ്ങനെ 10 സ്റ്റേഷനും കഴിഞ്ഞു. ലാസ്റ്റത്തെ സ്റ്റേഷൻ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഉപ്പിട്ടിട്ട് ഉണ്ടായിരുന്നു. പേപ്പറൊന്നും എടുക്കാൻ പറ്റില്ലെങ്കിലും ചുമ്മാ ഉപ്പ് മാത്രം എടുത്ത് പോക്കറ്റിലിട്ടിട്ടുണ്ടായിരുന്നു. 10 സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഉപ്പ് അവിടെ 10ാമത്തെ സ്റ്റേഷൻ തുടങ്ങി 1ാമത്തെ സ്റ്റേഷൻ വരെ ഇട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ നാട്ടിലെത്തി. നാട്ടിൽ ഞാൻ ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിരുന്നു. അപ്പോൾ നവംബർ 22 എൻ്റെ എക്സാം. അപ്പോൾ അവർ പറഞ്ഞു ഇനി എന്തായാലും ജാനുവരിയിലേക്ക് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ, കാരണം ഡിസംബർ പകുതി തുടങ്ങി അവിടെ അവധിയായിരിക്കും, ക്രിസ്മസ് ഹോളിഡേയ്സ് ആയിരിക്കും. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഡിസംബർ 21 ഒരു മാസം തികയുന്നതിന് മുന്നേ ഞങ്ങളുടെ റിസൾട്ട് വന്നു. മാതാവിൻ്റെ അനുഗ്രഹപ്രകാരം ടൈം ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ അത്രയും ടൈം ഷോർട്ട് ചെയ്ത് മാതാവ് എനിക്ക് അത് പാസ്സാക്കി തന്നു. പിന്നെ എൻ്റെ രജിസ്ട്രേഷൻ, സ്കിൽ അസസ്മെൻ്റ് എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു. ഞാൻ മാതാവിനോട് എനിക്ക് PR എനിക്ക് ജോബ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വേറെ വർക്ക് വിസയുള്ള ജോബൊക്കെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടി. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് PR ഒരു ജോബ് കിട്ടണേ എന്നായിരുന്നു. അത് പ്രകാരം എനിക്ക് മെയ് മാസം 16 ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ അവർ എന്നോട് സെലക്റ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ വിസ സെപ്റ്റംബറിലാണ് ഞാൻ വിസ അപ്ലൈ ചെയ്തത്. എൻ്റെ മോനിച്ചിരി സ്പീച്ച് ഡിലേക്ക് ഉള്ളത് കൊണ്ട് അവൻ്റെ മെഡിക്കൽ ക്ലിയർ ആയില്ല. അപ്പോൾ വളരെ നിരാശ തോന്നി, കാരണം ഇത്രയും നാൾ ഞാൻ അതിനു വേണ്ടി 2 വർഷത്തോളം പഠിച്ച് എക്സാമെല്ലാം അറ്റൻഡ് ചെയ്തു. ഞാൻ ജോബ് റിസൈൻ ചെയ്ത് നാട്ടിലെത്തി. എന്നിട്ടും എന്താ മാതാവ് ഇങ്ങനെയൊക്കെ നടന്നതെന്ന്. പക്ഷെ ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചു. എൻ്റെ ചേച്ചി ഒരു സിസ്റ്ററാണ്. ചേച്ചി എന്നോട് പറഞ്ഞു, നീ എന്തിനാ വിശ്വസിക്കുന്നു, മാതാവ് നിനക്ക് തരാനുള്ളതല്ലേ, അതുകൊണ്ടല്ലേ നിനക്ക് മാതാവിൻ്റെ എക്സാമെല്ലാം പാസ്സാക്കിയത്, നിൻ്റെ കഴിവല്ലല്ലോ, അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം എനിക്ക് എല്ലാ എക്സാമും പാസ്സാകാൻ പറ്റിയതാണ്. അങ്ങനെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ ഡെയിലി 3 മണിക്ക് ഏർലി മോർണിംഗ് 3 മണിക്ക് എണീറ്റ് ഞാൻ അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിൻ്റെ ശരിക്കും ഒരു സാന്നിധ്യം ഞാൻ അറിഞ്ഞു. മാതാവിൻ്റെ രൂപമായും ഫ്ലവറായിട്ടും ഹർട്ടായിട്ടൊക്കെ എനിക്ക് തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പം ഞാൻ ഉറപ്പായി വിശ്വസിച്ചു എൻ്റെ മോനതിന് പാസ്സാകുമെന്ന്. ഞാനും അമ്മച്ചിയും കൂടി ഡിസംബർ 5 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അമ്മച്ചിക്കും സുഗന്ധാഭിഷേകം ലഭിച്ചു. മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ച് ഞാൻ അവൻ്റെ അസസ്മെൻറ്റുകളെല്ലാം ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്ത് ഞാനതെല്ലാം സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ മാതാവിനോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു, മാതാവ് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എനിക്ക് എൻ്റെ മോൻ്റെ മെഡിക്കൽ ക്ലിയർ ആയി കിട്ടണം. ഡിസംബർ 26 ശരിക്കും ഓസ്ട്രേലിയൻ അവധി ദിവസങ്ങളാണ്. നിൽക്കൂടെ എനിക്ക് രാവിലെ 3 മണിക്ക് എണീറ്റപ്പോൾ ഭയങ്കരമായി തോന്നുക, ഞാൻ അപ്ലൈ ചെയ്തേക്കണം ആ പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കണമെന്ന്. ഞാനങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ മോൻ്റെ മെഡിക്കൽ ക്ലിയർ ആയിരിക്കുന്നു. പിന്നെ ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചു, ഇനി കേസ് മാനേജർ അസൈൻ ആകുമ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുമോ എന്നൊക്കെ പേടിച്ച്. എങ്കിലും ഞാൻ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡിസംബർ അതെല്ലാം കഴിഞ്ഞ് ജാനുവരി 18 ഒരു ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ശരിക്കും ശനി ഞായർ അവിടെ അവധിയാണ്. എന്നാൽ കൂടെ ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ മെയിലിൽ ഞങ്ങളുടെ 5 പേരുടെയും PR വിസ അടിച്ച് കെട്ടിയിരിക്കുന്നു. ശരിക്കും മാതാവിൻ്റെ ഒരു അത്ഭുതം എന്നല്ലാതെ അതിനൊന്നും പറയാനില്ല. കാരണം അതൊരു ശനിയാഴ്ചയാണ്, അവരത് എടുക്കുന്ന ദിവസമല്ല. ഞാൻ രാവിലെ തന്നെ എൻ്റെ മോനെയും കൂട്ടി അത് രാവിലെ അഗ്രഭാസനത്തിൽ വന്ന് മാതാവിനെ കാണിച്ചു. എൻ്റെ മോൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും വിസ മാതാവിനെ കാണിച്ചതിന് ശേഷമാണ് ഞാൻ ഹസ്ബൻഡിനോടാണെങ്കിലും വീട്ടിലും എല്ലാവരോടും ഞാൻ പറഞ്ഞത് നമുക്ക് വിസ കിട്ടിയെന്ന്. അത് വലിയൊരു സാക്ഷ്യമായി ഞാനിവിടെ പറയുന്നു. പിന്നെ ഞാനും അമ്മച്ചിയും പിള്ളേരും കൂടെ വേളാങ്കണ്ണി പോകാൻ വേണ്ടി ഡിസംബർ 19 പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. വൈപ്പിനിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ വല്ലാർപാടം പള്ളിയുടെ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു ഫോർച്യൂണർ എൻ്റെ കാറിനെ ഓവർടേക്ക് ചെയ്ത് ഓപ്പോസിറ്റ് വന്ന് ഓട്ടോയെ ശക്തമായി ഇടിച്ച് എൻ്റെ കാറിനെ ഹിറ്റ് ചെയ്തു. പക്ഷേ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങളെന്നും പുറത്തിറങ്ങുമ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിൽ തേച്ചും കാറിൽ തേച്ചൊക്കെയാണ് പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത്. എനിക്കോ കുഞ്ഞുങ്ങൾക്കോ അമ്മച്ചിക്കോ ഒരു പോറൽ പോലും പറ്റാതെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ മാതാവ് എൻ്റെ ചെറിയ മോന് നാട്ടിൽ വന്നതിന് ശേഷം സ്കിൻ അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അത് പൂർണ്ണമായും മാറിക്കിട്ടി. എനിക്ക് 3ാമത്തെ സിസേറിയന് ശേഷം ബ്ലീഡിങ് കുറച്ച് കൂടുതലായിരുന്നു എല്ലാ മാസവും. അപ്പോൾ മാതാവിനോട് ഞാനത് നന്നായി പ്രാർത്ഥിച്ചു. ഇപ്പോൾ നല്ലോണം കുറഞ്ഞു, നല്ല ബെറ്ററായി. മാതാവ് ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയുന്നു. ഈ ആഴ്ച എനിക്ക് എൻ്റെ ഓഫർ ലെറ്ററും കിട്ടി. ഞാൻ
ഏപ്രിൽ 21-ാം തീയതി ഞാനും ഫാമിലിയും ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. 29-ാം തീയതി എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള ഓഫർ ലെറ്ററും കിട്ടി. ഇനിയും എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ ജീവിതവും കുട്ടികളുടെ പഠനവും എല്ലാം മാതാവും തിരുക്കുമാരനും ചേർന്ന് ക്രമീകരിക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും മാതാവിൽ നിന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും മാതാവ് കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ മാതാവ് നിർത്തുന്നു. പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുമായിരുന്നു. എല്ലാ മാസവും ഒരു ചെറിയ തുക ഞങ്ങളുടെ അവിടെ ഒരു പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന സംഘടനയ്ക്ക് നൽകുമായിരുന്നു. എന്നെ സമീപിക്കുന്ന എല്ലാവർക്കും ഞാൻ സഹായം ചെയ്തിരുന്നു. ഒരു നേഴ്സ് എന്ന രീതിയിൽ ഞാൻ രോഗികളായി കിടപ്പായിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പത്രം വാങ്ങി ബസ്സിലും പള്ളി പരിസരത്തുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി ധ്യാനം കൂടി അത് വാട്സാപ്പിൽ ഷെയർ ചെയ്യുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെയും എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, ഉടമ്പടി എടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സാക്ഷ്യങ്ങളും ഡെയിലി ബ്രെഡ് പ്രയറും എല്ലാം ഡെയിലി ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യും, എൻ്റെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുമായിരുന്നു. ഇനി മോൻ ഒന്നും സംസാരിക്കില്ലായിരുന്നു, ഇപ്പോൾ നന്നായി പ്രാർത്ഥനയ്ക്ക് ചെല്ലും. പറമ്പേ സ്വസ്തികർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനർഹപ്പെട്ടതാകുന്നു. അങ്ങ് ഉദരത്തിൽ ഫലഭീശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു. പരിശുദ്ധം പറമ്പേ തമ്പുരാടവേ പാപിലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുഗ്രഹീതമായ ഈ അൾത്താരയിൽ നിൽക്കുവാനും ഇവിടെ സാക്ഷ്യം പറയുവാനും ഞങ്ങളെ അനുവദിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദിയും സ്തുതിയും ആരാധന അർപ്പിക്കുന്നു. എൻ്റെ പേര് ജോജി, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രദീപ്. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ ദുബായിലാണ് താമസിക്കുന്നത്. ഇവിടെ ഞങ്ങൾ കൊല്ലം രൂപതയിൽ കായംകുളം ഇടവക അംഗങ്ങളാണ്. 2023 മെയ് മാസമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതൊരു ഓൺലൈൻ ഉടമ്പടിയായിരുന്നു. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്ന് അത് തീർത്ഥാടന ഉടമ്പടിയായി മാറ്റുകയും ചെയ്തു. ഞങ്ങൾക്കൊരു സ്ഥലം വിൽക്കുവാനുണ്ടായിരുന്നു, 10 സെൻറ്റ് ഭൂമി. അതായിരുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. ഞങ്ങൾ വിൽക്കുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചത് തൊട്ടടുത്ത് കിടക്കുന്ന 10 സെൻറ്റ് പ്ലോട്ടും കൂടി വാങ്ങുവാനായിരുന്നു. അതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധന അർപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ ചിന്തകളിലോ ഒന്നും ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നില്ല. പക്ഷേ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി ഈശോ ഞങ്ങളെ അത് വാങ്ങുവാനായിട്ട് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് 3 മക്കളിലുള്ളതിൽ ഇളയവൻ ജൊഹാൻ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അവൻ 5 വയസ്സായിരുന്നു. അവൻ ഗ്രേഡ് 1-ലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടുത്തെ പോലെയല്ല, അവിടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് സിലബസൊക്കെ. അപ്പോൾ ഗ്രേഡ് 1-ൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ വളരെ നന്നായി എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ മകൻ അങ്ങനെ ആയിരുന്നില്ല. അവൻ്റെ റീഡിങ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും എല്ലാം വളരെ പിന്നോക്കമായിരുന്നു. അവിടുത്തെ PTA മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹൗസ് എന്നായിരുന്നു അവനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോ ഓപ്പൺ ഹൗസ് എത്തുമ്പോഴും എൻ്റെ മനസ്സിൽ പേടിയാണ്. കാരണം ഇവനെക്കുറിച്ച് നല്ലതൊന്നും അവർക്ക് പറയാനില്ല. പുവർ പെർഫോമൻസ് എന്നാണ് കുഞ്ഞിനെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ നന്നായി സംസാരിക്കും ഇംഗ്ലീഷൊക്കെ, പക്ഷേ റീഡിങ്ങിലും റൈറ്റിങ്ങിലും വളരെ പിന്നോക്കമായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് ഉടമ്പടി വഴിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന തിരിച്ച് ദുബായിൽ ചെന്ന് ചൊല്ലുമ്പോൾ മലയാളത്തിൽ ശരിക്കും സംസാരിക്കാൻ പോലും അറിയാത്ത അവൻ ഈ ഉടമ്പടി പ്രാർത്ഥന മുഴുവനും കാണാതെ പഠിച്ച് വളരെ സ്ഫുടമായിട്ട് അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ എൻ്റെ കൂടെ ഇരുന്ന് ചൊല്ലുമായിരുന്നു. ഞങ്ങളിവിടുന്ന് മാതാവിൻ്റെ കൊന്തകൾ വാങ്ങിക്കൊണ്ട് പോയിരുന്നു. ഉടമ്പടി നീല കളറിലുള്ള കൊന്തകൾ. കുഞ്ഞ് അത് 2 കൊന്തകൾ കുഞ്ഞ് അവൻ്റെ കഴുത്തിൽ അണിയുകയും അത് ഊരാനേ സമ്മതിക്കത്തില്ല. എന്നും അത് അണിഞ്ഞുകൊണ്ടാണ് സ്കൂളിലെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്നതിന് തൊട്ട് മുന്നേ കുഞ്ഞിൻ്റെ ഗ്രേഡ് 2-ൻ്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാ സബ്ജക്റ്റിനും 80% മാർക്ക് നൽകി പരിശുദ്ധ അമ്മ വഴി ഈശോ അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ ഓപ്പൺ ഹൗസിന് ഞാൻ ഇരുന്നപ്പോൾ ടീച്ചേഴ്സ് അവനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇത് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. 3-ാമത്തെ കാര്യം, എൻ്റെ കാലിന്
എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിൽ ഉപ്പൂറ്റി വളരെ വേദനയും, കുറച്ചധികം സമയം നിൽക്കുമ്പോൾ കാലിന് വേദനയും, പെട്ടെന്ന് തന്നെ കാല് നീര് വെക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ചു, അലോപ്പതി, ആയുർവേദം ഒക്കെ കഴിച്ചു. എന്തൊക്കെ ടെസ്റ്റ് ചെയ്താലും ഒക്കെ നോർമലായിട്ടാണ് റിസൾട്ട് വരുന്നത്. പക്ഷേ എന്താണ് കറക്റ്റായിട്ടുള്ളൊരു റീസൺ എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ഞാൻ ചെയ്തപ്പോൾ എനിക്കിന്നത് വളരെ ആശ്വാസമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ എത്തിയതാണ്. ഈ സമയം വരെ നിന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രമോഷൻ്റെ കാര്യമായിരുന്നു ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ തീവ്രമായിട്ട് കുടുംബം ഒന്നാകെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3 വർഷമായിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിയാവുന്നുള്ള രീതിയിൽ ഞങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജോലി മാറാനോ ഒന്നും തന്നെ യാതൊരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ വളരെ അടുത്തായിരുന്നു, നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജോലിക്കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ആകുലതയും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എനിക്ക് കിട്ടുന്ന സാലറിയിലും ആ പൊസിഷനിലും എല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടെയുള്ള വലിയ വലിയ കമ്പനികളിലെ ഇങ്ങനെ ഇൻ്റർവ്യൂസൊക്കെ നടത്തുന്നത് നല്ല പൊസിഷനാണെങ്കിൽ അത് എപ്പോഴും ഒരു റിക്രൂട്ടിംഗ് കൺസൾട്ടൻറ്റ് ത്രൂ ആയിരിക്കും നടത്തുക. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു കോൾ വന്നു, ഒരു റിക്രൂട്ടിംഗ് കൺസൾട്ടൻ്റെ അടുത്ത് നിന്നൊരു കോൾ വന്നു. അതായത് അവർ ആർ യു ലുക്കിംഗ് ഫോർ എ ചേഞ്ച് എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഓക്കെ യെസ് എന്ന് വെറുതെ പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ ജോലി മാറാനുള്ള യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു കോൾ വന്നു, അവരൊരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്. കാരണം നമ്മുടെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആവുന്നത് വരെ ഏത് പൊസിഷനിലേക്കാണ് അവർ നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഏത് കമ്പനിയിലേക്കാണെന്നുള്ളതെന്നോ അവർ റിവീൽ ചെയ്യില്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക, കുറച്ച് കോൺഫിഡൻഷ്യലായിട്ട് നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനൊരു കോൾ ഉണ്ടായിരുന്നു, എന്ത് വേണം, ഞാൻ പോകണോ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ചിലപ്പം പ്രാർത്ഥിച്ചപ്പോൾ ആർക്ക് ജോലി മേഖലയിൽ ഉന്നതി ഉണ്ടായാലും അത് നമ്മുടെ കുടുംബത്തിനാണല്ലോ പരിശുദ്ധ അമ്മ തരുന്നത്, പോയി അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവർ ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തന്നു, കമ്പനിയുടെ പേര് റിവീൽ ചെയ്ത് തന്നു. അപ്പോൾ വളരെ നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, രാവിലെ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോൻ്റെ മനസ്സിൽ ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞു തന്നു. പക്ഷേ ചോദ്യങ്ങൾ എനിക്കറിയില്ല. ഒത്തിരി ഉത്തരങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എനിക്കിങ്ങനെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി തന്നു. അപ്പം എന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ആ ഇൻ്റർവ്യൂ ചെന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കുള്ള ചോദ്യങ്ങൾ മുഴുവനും അവിടെ ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളായിരുന്നു ഈശോ എനിക്ക് പ്രിപ്പയർ ചെയ്ത് തന്നത്. എനിക്കൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. എല്ലാം ഞാൻ കേട്ടതുപോലെ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ക്ലിയറായി, സെക്കൻഡ് റൗണ്ട് ക്ലിയറായി, തേർഡ് റൗണ്ടും ക്ലിയറായി. അപ്പോഴൊന്നും എനിക്ക് ശരിക്കും പോസ്റ്റ് പോലും അറിയുന്നില്ല, അവർ റിവീൽ ചെയ്യുന്നില്ല എന്താണ് പോസ്റ്റ് എന്ന്. അങ്ങനെ എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോഴാണ് ആ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ മാനേജറായിട്ടാണ് എനിക്ക് പരിശുദ്ധ അമ്മ വഴി പോസ്റ്റിംഗ് നൽകി അനുഗ്രഹിച്ചത്. അതിനെ ഓർത്ത് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. അപ്പോൾ കുറച്ച് ദൂരത്താണ് ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അവിടെയും ഈശോ അനുഗ്രഹിച്ചു. UAE ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം. പക്ഷെ അവിടെയെല്ലാം ഈശോ ഒത്തിരി അനുഗ്രഹിച്ചു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ ടെസ്റ്റിന് പോകുന്ന സമയത്ത് ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ ഈശോ എനിക്ക് കാണിച്ചു തരുന്നത്, ഇസ്രായേലിനെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമെങ്കിൽ അതിനെ എതിർക്കുവാൻ ആർക്ക് സാധിക്കുമെന്നാണ്. പക്ഷെ അവിടെയെല്ലാം ആ ടെസ്റ്റിൻ്റെ സമയത്തെല്ലാം പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ നിന്നുകൊണ്ട് ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ചു, ഒത്തിരി സഹായിച്ചു. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഈ ടെസ്റ്റിന് പോകുന്ന സമയത്തൊക്കെ പരിശുദ്ധ അമ്മയുടെ ഈ കാശുരൂപം എപ്പോഴും എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. ഓരോ ഉടമ്പടി, ഞങ്ങൾ ഫസ്റ്റ് ഉടമ്പടി ഇവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് പിന്നീട് ഓൺലൈൻ വഴി പുതുക്കുമ്പോഴും ആവശ്യങ്ങളും നിയോഗങ്ങളും സാധിക്കുക എന്നതിലുപരി ഉടമ്പടിയിൽ ഞങ്ങൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ഈശോയുടെ ഒരു സംരക്ഷണമുണ്ട്, പരിശുദ്ധ അമ്മയുടെ കാപ്പയുടെ സംരക്ഷണമുണ്ട്. ആ ഒരു ബോധ്യം കൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഉടമ്പടി എടുക്കുവാനായിട്ട് കൂടുതൽ താല്പര്യം തോന്നിക്കൊണ്ടിരുന്നത്. ഈ 3 ഉടമ്പടി എടുത്തപ്പോഴും ഈ 270 ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും എല്ലാ ദിവസവും ബൈബിള് വായിക്കുവാനും ബുധനാഴ്ചകളിൽ പൂർണ്ണ ഉപവാസം എടുക്കുവാനും എല്ലാം പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങൾക്ക് ശക്തി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ഓഫീസിലൊരു ചെറിയ ഗ്രൂപ്പ് തുടങ്ങി. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ് തുടങ്ങി. അതിൽ നിന്ന് ഞങ്ങളെല്ലാ മാസവും കോൺട്രിബ്യൂഷൻ ഇട്ട് ക്യാൻസർ പേഷ്യൻസിനെ സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച് അവരെ സഹായിക്കുക.
പിന്നീട് വിധവകളായിട്ടുള്ള മക്കളെ സഹായിക്കുക, അതുപോലെ പഠിക്കുവാൻ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക, പിന്നെ ഈ അംഗവൈകല്യമുള്ള ആൾക്കാരെ സഹായിക്കുക, അങ്ങനെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് നിവൃത്തിയില്ലാതിരിക്കുന്ന ആൾക്കാരെ സഹായിക്കുക. അങ്ങനെ ഞങ്ങൾ 1-2 പേരായിട്ട് ചേർന്ന ഗ്രൂപ്പ് അതൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാറുവാനായിട്ടും പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും പരിശുദ്ധ അമ്മയും ഈശോയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു.